കേക്ക് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ദിലുവിൻ്റെ ബർത്ത്ഡേ കേക്കാണ് എന്നുള്ളത്. ഇതെൻ്റെ മാമാൻ്റെ മോളുടെ ബർത്ത്ഡേക്കുള്ള കേക്കാണ്. കേക്കിൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അവരൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഒരു ഷോപ്പിൽ പോയി എടുത്തു. സാധാരണ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാണ് ചെയ്യാറ് ദിലുവിൻ്റെ. എൻ്റെ എല്ലാ പ്രോഗ്രാമിനും അങ്ങനെയാണ് ചെയ്യാറ്. റിഹാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു വെയിറ്റിലും റൈറ്റിലൊക്കെ അനുസരിച്ച്. പ്രാവശ്യം അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. കാരണം ആ കേക്ക് ഉണ്ടാക്കുന്ന കുട്ടിക്ക് ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്തൊരു ഷോപ്പിൽ നിന്ന് നിർത്തി. ഒരു ഫേമസ് ഷോപ്പായ MR ബേക്കറി. നല്ല അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ദിലുവിനെക്കാട്ടി കൃത്യം 28 ദിവസത്തിന് മുൻപേ ജനിച്ചത്. കാരണം ഇവള് October 5 ദിലു November 2. അവിടെ പോയിട്ട് നേരെ ഒരു പായസം കുടിച്ചു. ഇതാണ് ബർത്ത്ഡേ കാര്യം. പായസം കുടിച്ച് നടക്കുകയാണ്. പിന്നെ ഇവളുടെ മൂത്ത ഇത്താത്ത മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊരു ഇലയിലിട്ടിട്ട് ഞാനും അളീനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് തകർത്തു. മന്തി, ബിരിയാണി, അൽഫാം സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പ്രൈറ്റ്, സ്പ്രിൻറ്റ് ഇതൊക്കെ മസ്റ്റാണ്. മൗണ്ടൻ്റെ കിട്ടിയില്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അമ്മായി സ്പെഷ്യലായിട്ട് മുട്ടമാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബർത്ത്ഡേ കാര്യൻ്റെ ചിരി. ഞാൻ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിനുശേഷം എൻ്റെ വേറൊരു കസിൻ്റെ വൈഫ് ഗൾഫിൽ നിന്ന് അവരൊരു 1 month അവിടെ പോയിട്ടുണ്ടായിരുന്നു സ്റ്റേ ചെയ്യാൻ. വന്നപ്പോൾ കുറച്ചധികം മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനതെടുത്ത് കഴിക്കുന്നു. അതിൽ ഈ പശുമിഠായി എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുപോലെ തന്നെ ബൗണ്ടി, കിക്കറ്റ്. പക്ഷേ എനിക്ക് അവിടുത്തെ കിക്കറ്റ് അത്ര ഇഷ്ടമല്ല. എനിക്ക് നാട്ടിലത്തെ നമ്മുടെ കിക്കറ്റാണ് ഇഷ്ടം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കിക്കറ്റാണ് പറയും. പക്ഷേ കറൻ്റ് എനിക്ക് കിൻഡർ ബ്യൂണോൻ്റെ, കിൻഡർ ജോയിൻ്റെ അല്ല കിൻഡറിൻ്റെ എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ മിൽക്കി എന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ കുറച്ചധികം മിഠായിസ് ട്രൈ ചെയ്തതിലും ഓക്കെ ആണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഇഷ്ടം. എനിക്ക് ബൗണ്ടി ഇഷ്ടം. പിന്നെ ആ ഓറിയോ പോലത്തെ ആ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. പിന്നെ രാത്രി ചോറും സാലഡും ആസ് യൂഷ്വൽ അനിയ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ച് കഥം ഹോ ഗയാ ഗൈസ്.